ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ എൻടിആർ നായകനായി സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ദേവരയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തെ കളക്ഷൻ പോസ്റ്ററായി പുറത്തു വന്നിരിക്കുന്നത് 304 കോടി രൂപയാണ്. ലോകമെമ്പാടുമായി ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിങ്ങനെ പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം 172 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 157 കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷൻ. രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അത് പ്രകാരം ചിത്രം 2 ദിവസം കൊണ്ട് 243 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അതായത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 71 കോടി രൂപ. എന്നാൽ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 55-60 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 2 ദിവസത്തെ ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം 215-220 കോടി റേഞ്ചിലാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ 3 ദിവസത്തെ കളക്ഷനായി 304 കോടി രൂപയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് മൂന്നാം ദിവസമായ ഞായറാഴ്ച ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 61 കോടി രൂപ. അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 45-50 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലെ കളക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം ചിത്രം 250 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം സിനിമ 304 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാലാം ദിവസമായ വർക്കിംഗ് ദിനം കൂടിയായ തിങ്കളാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ആദ്യം 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,40,00,000 സ്വന്തമാക്കിയ സിനിമ നാലാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 15-20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ 1,60,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. 50 ലക്ഷം രൂപയ്ക്ക് കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന് നിലവിൽ സിനിമ മികച്ച ലാഭമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. ഇനി നാലാം ദിവസമായ തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 25-30 കോടി റേഞ്ചിൽ കളക്ഷനാണ് ഇന്ന് സിനിമ നേടിയെടുക്കാൻ സാധ്യത. അങ്ങനെ 4 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 275-280 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 4 ദിവസം കൊണ്ട് 330 കോടി രൂപയ്ക്ക് മുകളിലും കളക്ട് ചെയ്യാനാണ് സാധ്യത. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന കിഷ്കിന്ദ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രത്തിന്റെ 19ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ, അപർണ ബാലമുരളി എന്നിങ്ങനെ താരനിരയുമായി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ 18 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 34-35 കോടി റേഞ്ചിൽ എത്തപ്പെട്ടിരുന്നു. 19ാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 55 ലക്ഷത്തിന് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 19 ദിവസം കൊണ്ട് 35 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കേവലം 5.5 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ആദ്യ 18 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 65 കോടി രൂപയായിരുന്നു. 19ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ കളക്ഷനോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 66 കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത്. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ സിനിമകളിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത ഈ സിനിമ ചിത്രം തിയേറ്ററിലെത്തി മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയായ 18ാം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. 18 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 85 കോടി രൂപയുമായിരുന്നു. അതേസമയം ചിത്രം തിയേറ്ററിലെത്തി എല്ലാ ദിവസവും അതായത് 18 ദിവസവും കേരള കളക്ഷനായി 1 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത്. എന്നാൽ ആദ്യമായി ഇന്ന് 19ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ 1 കോടിക്ക് താഴെയാണ് പോയിരിക്കുന്നത്. ഇന്ന് കേരള കളക്ഷനായി ഈ സിനിമ ഏകദേശം 85 ലക്ഷം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 51.5-52 കോടിയിലാണ് എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ 19 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 86-87 കോടി റേഞ്ചിലാണ്. അജയന്റെ രണ്ടാം മോഷണം, ദേവര, കിഷ്കിന്ദ കാണ്ഡം എന്നീ 3 സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.